PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഞാൻ ദർശന. 2021 5 ഘട്ടങ്ങളിലായി നടന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകളിൽ ചോദിച്ച മുഴുവൻ സയൻസ് ചോദ്യങ്ങളും ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGSന് 3 ഘട്ട പരീക്ഷകളിലും ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു. സോ അടുത്ത ഘട്ടങ്ങളിലും ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് മുൻവർഷ ചോദ്യങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണമെന്ന് മനസ്സിലാകും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 ആണ്. ഓക്കെ, പാൽപ്പല്ലുകളുടെ എണ്ണമാണെങ്കിൽ അത് 22 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഓപ്ഷൻ സി ശ്വാസകോശം ആണ്. ഓക്കെ, അടുത്തത്: മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ് രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത്. അടുത്തത്: ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ എ മെഡുല ഒബ്ലങ്കേറ്റ. ഇനി മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഓപ്ഷൻ ഡി സെറിബെല്ലം. ഓക്കെ, അടുത്തത് പേശികളെ കുറിച്ചുള്ള പഠനമാണ് ഓപ്ഷൻ ബി മയോളജി. ഓക്കെ, പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ സി. ഓപ്ഷൻ എ വിറ്റാമിൻ സി ആണ് പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. ഇനി ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ എ ബയോട്ടിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? അത് ഓപ്ഷൻ ബി അപ്പോളോ ഹോസ്പിറ്റൽ ആണ്. റേച്ചൽ കാർസൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ DDT ആണ്. ഓക്കെ, അടുത്തത്: ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇലക്ട്രോൺ ആണ്. രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകൾ ഓപ്ഷൻ എ ഇലക്ട്രോൺ. ഇനി കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ സിങ്കിന്റെ അയിരാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഭാവിയിലെ ഇന്ധനം ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? അത് ഓപ്ഷൻ സി ഓക്സിജൻ ആണ്. അപ്പോൾ നൈട്രജൻ്റെയും ക്ലോറിൻ്റെയും സൾഫറിൻ്റെയും എല്ലാത്തിൻ്റെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പരീക്ഷണം ലെസൻസ് ആണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം. അടുത്തത്: പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഓപ്ഷൻ സി ഊർജം. ഓക്കെ, അടുത്തത്: ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ഇനി ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ദ്രവ്യത്തിന് 7 അവസ്ഥകളാണുള്ളത്. അതിൽ സ്ഥിരമായി വരാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏതാണ് എന്നുള്ളതാണ്. അതിന് ആൻസർ പ്ലാസ്മ എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഒരു ന്യൂട്ടൺ എത്ര ഡൈൻ ആണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 10⁵. ഓക്കെ, ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈൻ ആണ്. ഇനി സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം, അത് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. അത് പ്ലൂട്ടോ ആണ്. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത്? മനുഷ്യനിൽ 4 തരം പല്ലുകളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം. ഓക്കെ, ഇനി ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. ഓക്കെ, പ്ലൂറ. അടുത്തത്: ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഓപ്ഷൻ ബി O ഗ്രൂപ്പ്. ഓക്കെ, ഇനി ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം, അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി രവിശങ്കർ പ്രസാദ് ആയിരുന്നു. അദ്ദേഹം അപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് IT മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകൾ. അടുത്ത ക്വസ്റ്റ്യൻ: കേശലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഓപ്ഷൻ എ 2 ആണ്. ഓക്കെ, അടുത്തത്: മെന്റലിയഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അത് ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മെന്റലിയഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ,
താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത് ഏതിലാണ്? അത് ഓപ്ഷൻ സി പ്രോട്ടിയം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം. അത് ഓപ്ഷൻ സി ഓക്സിജൻ ആണ്. പുറത്തുവിടുന്ന വാതകം ഓക്സിജനും അകത്തേക്ക് എടുക്കുന്നു, പ്രകാശ സംശ്ലേഷണത്തിനായി അകത്തേക്ക് അവരെടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം സർഫസ് ടെൻഷൻ. ആൻസർ ഓപ്ഷൻ ബി കുറയും. പ്രതലബലം കുറയും. ഓക്കെ, ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തിനേക്കാൾ ഓപ്ഷൻ എ കുറവായിരിക്കും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഡാഷ് സമയം മതിയാകും. എത്ര സമയം മതിയാകും? 8.2 മിനിറ്റ് മതിയാകും. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ എർഗാണ് ഊർജത്തിന്റെ CGS യൂണിറ്റ്. ഇനി സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ഓപ്ഷൻ എ മീറ്റർ ആണ്. ഓക്കെ, ഇനി ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് ഓപ്ഷൻ ബി പിണ്ഡം. ഓക്കെ, ഇനി അടുത്ത ഘട്ടത്തിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? അതിന്റെ ആൻസർ 8 ആണ്. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം പ്ലൂറ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഓക്കെ, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഇനി 4ാം ഘട്ട പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള സയൻസ് ഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കുന്നത്. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. അത് 32 ആണ്. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. ആൻസർ ഓപ്ഷൻ സി ശ്വാസകോശം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആര്? വില്യം ഹാർവിയാണ്. ഇനി ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. അതിന്റെ ആൻസർ ഓപ്ഷൻ എ മെഡുല ഒബ്ലാങ്കേറ്റ. ഇനി മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. അത് ഓപ്ഷൻ എ ജൂൾ ആണ്. ഓക്കെ, ഇനി തുല്യ സമയത്തിൽ തുല്യ ദൂരം. അതും PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ഓപ്ഷൻ ബി ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം. അതിന്റെ ആൻസർ ഓപ്ഷൻ എ വോയേജർ 1 എന്നുള്ളതാണ്. ഓക്കെ, 5ാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച സയൻസ് ചോദ്യങ്ങളാണ് ഇനി. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? 12 മുതൽ 18 തവണ. ഓക്കെ, ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. മനുഷ്യ ശരീരത്തിലുള്ള നാഡികൾ 43 ജോഡി നാഡികളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. ഇനി മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിനു കാരണം ഓപ്ഷൻ ഡി യൂറോക്രോം. പ്ലേഷിക്ലമത്തിന് കാരണമാവുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ്? അത് ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ് പേശീക്ലമം ഉണ്ടാവുന്നത്. ഇനി അയഡിൻ അടങ്ങിയ ഹോർമോൺ എന്ന് പറയുന്നത് തൈറോക്സിൻ ആണ്. വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു? ഓപ്ഷൻ എ 2. കൊഴുപ്പിൽ അലിയുന്നവയും ജലത്തിൽ അലിയുന്നവയുമായിട്ടാണ് വിറ്റാമിനുകളെ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഓപ്ഷൻ ഡി സ്നേഹപൂർവം. ഓക്കെ, പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസ്യാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം. അത് ഓപ്ഷൻ സി 3 ആണ്. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഓപ്ഷൻ സി കരളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഓപ്ഷൻ സി ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് ഏത് ഓർബിറ്റിലാണ്? അത് ഓപ്ഷൻ ബി 3Dയിലാണ്. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ വാതകം ഉണ്ടാവും. അത് ഉണ്ടാവുന്നത് ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ്. ഓക്കെ, സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ്. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രിക് ഫാൻ.
ഓക്കെ, വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവും ആക്കി മാറ്റുന്ന ഉപകരണം ഇലക്ട്രിക് ഫാൻ ആണ്. ഇനി ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം എന്ത് സംഭവിക്കുന്നു? അതിന്റെ ദ്രവണാങ്കം കുറയുന്നു. ഇനി സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമമാണ് ഹുക്സ് നിയമം. നമ്മൾ ത്രാസിൽ ഹുക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഹുക്സ് നിയമം. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം പസഫിക് സമുദ്രത്തിലാണ് അവർ തിരികെ ഇറങ്ങിയിരുന്നത്. ഇനി ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? അത് ഓപ്ഷൻ സി, മെർക്കുറിക് ഓക്സൈഡിൽ നിന്നാണ് ജോസഫ് പ്രീസ്ലി ഓക്സിജൻ നിർമ്മിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമായിരുന്നു 5 ഘട്ടങ്ങളിലായിട്ട് 10th പ്രിലിംസ് 2021 10th പ്രിലിംസിൽ ചോദിച്ചിരുന്ന സയൻസ് ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എപ്പോഴും അത് വർക്കൗട്ട് ചെയ്യുന്നത് നന്നായി തന്നെ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഉപകാരം ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാം. ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള കമൻറ്റും നിർദ്ദേശങ്ങളും എല്ലാം സജസ്റ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ സജഷൻസ് തരിക. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.